ഇന്ന് നമുക്ക് പിസ്ത ഷെൽസ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ? അപ്പൊ ഞാൻ എന്താ ഷെൽസ് ഓരോന്നായിട്ട് യെല്ലോ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും അടിച്ചെടുക്കാനായിട്ട് മറക്കരുത്. ഇനി കുറച്ച് എയർ ഡ്രൈ ക്ലേ എടുത്തിട്ട് പരത്തിയിട്ട് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഷെൽസ് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. 2 ലെയർ ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതെന്താണ് ചെയ്തു വരണേന്ന് മനസ്സിലായി കാണും. അതെ, ഞാനൊരു സൺഫ്ലവർ ആണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. സെന്ററിലുള്ള ആ ഒരു ടെക്സ്ചറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോമ്പസ് വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് താഴെയായിട്ട് ഒരു ബാംബു സ്റ്റിക്ക് കൂടി വെച്ചു കൊടുത്തിട്ട് അതിനൊരു ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് ഉണ്ടാക്കാം. ഈ കാണുന്ന പോലെ ഷെൽസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീവ്സ് റെഡി. ഇതിൽ കൂടി ഒന്ന് ഗ്രീൻ പെയിന്റ് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു ബോട്ടിൽ എടുക്കാം. ബാക്കി വന്ന യെല്ലോ കളറാണ് ഞാൻ ബോട്ടിലിനും അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിനകത്ത് ഒരു എയർ ഡ്രൈ ക്ലേ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഫ്ലവറിനെയും ലീവ്സിനെയും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇഷ്ടമായാലും ഒരു ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കില്ലല്ലോ.